ഗരുഡപുരാണത്തിൽ പറയുന്നതായിരിക്കുന്ന പ്രേതാത്മാവിൻ്റെ യാത്ര അല്ലെങ്കിൽ പരലോക യാത്ര എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് ഓരോ ദിവസത്തെ ആ പിണ്ടദാനം കൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ നേരെ മരിക്കും. മനുഷ്യജന്മം കിട്ടി മരിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നേരെ ചിതയിലാണ് അത് ഒടുങ്ങുക. അപ്പോൾ ചിതയിലുള്ളതായിരിക്കുന്ന ആ സാക്ഷാൽ ആ ആത്മാവല്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആ മനുഷ്യൻ്റെ കാരണശരീരം 3 ശരീരങ്ങളാണ്. അപ്പോൾ അതിൽ കാരണശരീരത്തിന് നാശമില്ല എന്നാണ്. അതേപോലെ നേരെ മറ്റ് ശരീരം നേരെ മുകളിലേക്ക് പോകും, സൂക്ഷ്മ ശരീരം പോകും. അപ്പോൾ കാരണശരീരം എന്ത് ചെയ്യും? അത് നേരെ കൊണ്ടുവന്നിട്ട് കാരണശരീരത്തെ നേരെ ശുദ്ധീകരിച്ച് വയ്ക്കും. അപ്പോൾ ഈ കാരണശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കയ്യും കാലും ഒന്നുമില്ല, അത് വായുരൂപിയാണ്. അപ്പോൾ ഓരോ ദിവസത്തെ കർമ്മം കൊണ്ട് അതിന് കൈയുണ്ടാകും, കാലുണ്ടാകും, അതേപോലെ ശിരസ്സുണ്ടാകും. അങ്ങനെ നേരെ നമ്മുടെ അവയവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അവയവങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വരും. അതാണ് 12 അവയവങ്ങൾ പൂർത്തിയാക്കുന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് 12 അവയവങ്ങളുണ്ട്. അപ്പോൾ 2 കൈ, 2 കാല്, കണ്ണ്, അപ്പോൾ മൂക്ക്, അതേപോലെ ചെവി, അതേപോലെ വായു. അപ്പോൾ ഇത്രയും അവയവങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവയവങ്ങൾ പൂർത്തിയാക്കുന്നതാണ് ആ ദിവസങ്ങൾ. 12 ദിവസം കൊണ്ടാണ് അവയവങ്ങൾ പൂർത്തിയാക്കുക. അപ്പോൾ അങ്ങനെ അവയവങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് നേരെ അവിടേക്ക് എത്തിച്ചേരേണ്ടത് എന്നാണ്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് നേരെ നടക്കാനായിട്ട് സാധിക്കും. 1-ാം ദിവസത്തെ കർമ്മം കൊണ്ടുവരുന്ന സമയത്ത് 1-ാം ദിവസം നേരെ കാലുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കൈ ഉണ്ടാവും, പിന്നീട് നമ്മുടെ നേരെ നാസാദ്വാരങ്ങളുണ്ടാവും, പിന്നെ ചെവി ഉണ്ടാവും, പിന്നെ കണ്ണുണ്ടാവും, പിന്നീട് വായുണ്ടാവും, പിന്നീട് വിസർജാവയവങ്ങളുണ്ടാവും. മനുഷ്യൻ്റെ ശരീരം പോലെ തന്നെ ഉണ്ടായിട്ട് തീരും. അപ്പോൾ 1-ാമത്തെ ദിവസം കഴിഞ്ഞ് ഓരോ ദിവസത്തെ ആ പിണ്ടദാനം കൊണ്ട് നേരെ ആ ജീവന് നേരെ ഇത്രയും അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നേരെ അത് വന്നു കഴിഞ്ഞാലാണ് നേരെ ഓരോ ദിവസത്തെ പിണ്ടം കൊടുക്കുന്ന സമയത്താണ് അവന് ശക്തി ആർജിക്കാന്നാണ്. അപ്പോൾ ആ പിണ്ടം കൊടുക്കുമ്പോൾ ആഹാരം കൊടുക്കുന്ന സമയത്താണ് ആ ശക്തിയിൽ അവന് ഈ അവയവങ്ങളൊക്കെ പൂർത്തീകരിച്ച് വരും. അപ്പോൾ കയ്യും കാലും കണ്ണും മൂക്കും അതേപോലെ തന്നെ ചെവിയും ഒക്കെ ആയി കഴിഞ്ഞിരുമ്പോൾ അപ്പോൾ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ 5. അപ്പോൾ അങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങൾ ശിരസ്സിന് നേരെയുള്ളതായിരിക്കുന്ന 2 കണ്ണ്, 2 മൂക്ക്, അതേപോലെ 2 ചെവി, അതുപോലെ വായും 5 എണ്ണമായി, പിന്നെ കൈയായി, അത് 2 കൈയായി, 2 കാലായി. അപ്പോൾ അവന് നടക്കാനായിട്ട് തുടങ്ങാൻ സാധിക്കും. അപ്പം അങ്ങനെ ആ 9-ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് നേരെ പതുക്കെ വിസർജനാവയവങ്ങൾ വരും. അപ്പോൾ വിസർജനാവയവങ്ങൾ 2. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 11-ാമത്തെ ദിവസം കൊണ്ട് ആ പൂർണ്ണ വളർച്ചയെത്തും. അപ്പോൾ അങ്ങനെ വളർച്ച എത്തിക്കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഓരോ ദിവസത്തെ പിണ്ടം കൊണ്ടും ഓരോ അവയവങ്ങളാണ് വരിക. അപ്പോൾ അങ്ങനെ പിണ്ടദാനം ചെയ്തില്ലെങ്കിൽ ആ അവയവം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് പതുക്കെ നടന്ന് പതുക്കെ അവൻ നേരെ യമഭടന്മാരുടെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് പോകുന്നത് എന്നാണ്. അങ്ങനെയാണ് ആ 11-ാമത്തെ ദിവസം കഴിഞ്ഞ് 12-ാം ദിവസം നേരെ യമലോകത്തിൻ്റെ തൊട്ടു മുമ്പുള്ളതായിരിക്കുന്ന ആ നദിയുടെ തീരത്തെത്തുന്ന, അതാണ് വൈതരണി നദി. അവിടെ നിന്നാണ് പിന്നീട് അവൻ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് തോണിയിലേറിയിട്ട് പിതൃലോകത്തിലേക്ക് എത്തി. അപ്പോൾ 13-ാം ദിവസം നേരെ പിതൃലോകത്തിലെത്തി കഴിഞ്ഞാൽ കർമ്മങ്ങൾ പൂർത്തിയായി എന്നാണ്. അങ്ങനെയാണ് നേരെ 12 ദിവസത്തെ ദ്വാദശാഹ കർമ്മം എന്നാണ് പറയും. അപ്പോൾ ദ്വാദശാഹ വിധി എന്നാണ് പറയും. അതാണ് 12 ദിവസത്തെ അഹാണ് ദ്വാദശാഹം എന്ന് പറയും. അപ്പോൾ ദ്വാദശാഹം, അപ്പോൾ അതുകൊണ്ടാണ് നേരെ പൂർണ്ണത വരുമ്പോൾ ദ്വാദശാഹത്തിലേ വരുള്ളൂ. അപ്പോൾ 12 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് നേരെ ആ ശരീരം, ആ വായുസ്വരൂപനായ ശരീരത്തെ പിതൃലോകത്തിലേക്ക് അയക്കാൻ സാധിക്കും. 13-ാമത്തെ ദിവസം അവിടെ നേരെ സ്ഥിരമായിട്ട് ഇരിക്കും, പിതൃക്കളുടെ കൂട്ടത്തിലിരിക്കും. പിന്നീടാണ് വിചാരണ എല്ലാം കഴിഞ്ഞിട്ട് നേരെ സ്വർഗനരകങ്ങളിലേക്ക് നേരെ ആ ചിത്രരൂപൻ നേരെ അയക്കുന്നതും അതേപോലെ യമൻ്റെ സന്നിധാനത്തിൽ വിചാരണയൊക്കെ നടക്കണം. അതാണ് നേരെ ഗരുഡപുരാണത്തിൽ പറയുന്നതായിരിക്കുന്ന പ്രേതാത്മാവിൻ്റെ യാത്ര അല്ലെങ്കിൽ പരലോക യാത്ര എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ പരലോകത്തിലേക്ക് പോകുമ്പോൾ അതുകൊണ്ടാണ് നേരെ ആ പുത്രൻ കൊടുക്കുന്നതായിരിക്കുന്ന പിണ്ടം കൊണ്ടാണ് നേരെ ആ ഓരോ കൈയും കാലൊക്കെ ഉണ്ടായിട്ട് വരികയാണ്. അപ്പോൾ പുത്രൻ ഇല്ലെങ്കിൽ പുത്രിക്കാകാം,
അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആകാം. അപ്പം അതിന് അത്രയും ശക്തി കുറഞ്ഞിരിക്കുന്ന പുത്രൻ കൊടുക്കുന്നതായിരിക്കുന്ന പിണ്ടത്തിനാണ് ശക്തി കൂടുക എന്നാണ് പറയാം. കാരണം ഈ പുത്രൻ തന്നെയാണ് നേരെ ആ ശരീരത്തിൽ നിന്നുണ്ടായതാണല്ലോ പുത്രൻ. അതുകൊണ്ട് പുത്രൻ കൊടുക്കുന്നതിനാണ് പ്രാധാന്യം. അത് നേരെ ഈ 12 ദിവസം കൊണ്ട് ദ്വാദശാഹം കൊണ്ടാണ് നേരെ പൂർണ്ണ വളർച്ച എത്തിയിട്ട് നേരെ പിതൃവിൻ്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് നേരെ ആ 12 ദിവസത്തെ കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് എടുത്തു പറയാനത്. ആദ്യത്തെ ദിവസം കർമ്മം ചെയ്തില്ലെങ്കിൽ ആദ്യത്തെ കർമ്മം നേരെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ചെയ്തു തീർക്കും. അങ്ങനെ 12 ദിവസത്തെ കർമ്മങ്ങളാണ് പൂർത്തീകരിക്കേണ്ടത്. എന്നാലാണ് പൂർണ്ണ വളർച്ചയായിട്ട് അവന് നേരെ പിതൃലോകത്തിലേക്ക് പടി കയറി പോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്.